ഇന്നത്തെ നോമ്പ് തുറക്ക് ഒരു സ്പെഷ്യൽ കട്ട്ലേറ്റാണ് കേട്ടോ. ബീഫും ചിക്കനും വെജിറ്റബിൾസും ഒന്നല്ല, സോസേജ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ. സോസേജ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി സോസേജിലൊക്കെ ഉപ്പുണ്ടാവും. എന്നിട്ട് അത് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത സോസേജ് ഉണ്ടല്ലോ, അതൊന്ന് ചൂടാറുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്കുള്ള ബാക്കി ഐറ്റംസൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കട്ടോ. പച്ചമുളകും വലിയ ഉള്ളി, വേപ്പിൻ്റെ ഇല, മല്ലിയില എല്ലാം കൂടിയിട്ട് ഞാനൊന്ന് ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വെച്ച്, പിന്നെ ചൂടാറിയതിന് ശേഷം സോസേജും ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടാ. ഇനി കട്ട്ലേറ്റിന് ആവശ്യമായിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഉടച്ചെടുത്ത് ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാനുള്ള മസാല തയ്യാറാക്കാം. ഒരു കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച വലിയുള്ളീൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക. ഉപ്പിട്ടിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണം. പൊടി ഐറ്റംസ് ആയിട്ടും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ അതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച സോസേജും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ലാസ്റ്റ് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്കൊന്ന് ചൂടാറാൻ വെക്കട്ടോ. ചൂടാറിയതിൻ്റെ ശേഷം നമുക്കത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആക്കി എടുക്കണം. ഇനി ഈ ഷേപ്പ് ചെയ്ത് വെച്ച കട്ട്ലേറ്റ് ഉണ്ടല്ലോ അത് ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തുകൊണ്ട് വെക്കണം കേട്ടോ. ഞാൻ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിരുന്നേ. ഇനി റെഡിയാക്കി വെച്ച കട്ട്ലേറ്റ് നമുക്ക് ചൂടായി വന്ന ഓയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ എയർ ഫ്രയറിലാട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ടൈമർ ഒരു 12 മിനിറ്റും ടെമ്പറേച്ചർ ഒരു 200 വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഞാൻ ഈ കട്ട്ലേറ്റ് വെച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിരുന്നേ. ഇനി 12 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗം കുക്കായി വന്ന കട്ട്ലേറ്റ് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും ഒരു 12 മിനിറ്റും കൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കട്ടോ. ഇപ്പം നമ്മൾ സോസേജ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിക്കണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.